ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടി സ്വകാര്യ ലോബിയുടെ പണം വാങ്ങി കേരളത്തിൽ അക്രമ സമരത്തിനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്നത്. ആരോഗ്യ മേഖലയുടെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് രാജ്യത്ത് തുടർച്ചയായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിരവധി പുരസ്കാരങ്ങൾ നൽകുന്ന ഘട്ടത്തിൽ കേരളമാണ് അതെല്ലാം ഏറ്റുവാങ്ങിയത് എന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തി അത് പർവ്വതീകരിച്ച് കേരളത്തിലെ ആരോഗ്യമേഖല ആകെ കുഴപ്പമാണ് എന്ന് വരുത്തീർക്കാൻ ഈ സതീശൻ്റെ കൂലിപ്പട്ടാളം ഇന്നുൾപ്പെടെ നടത്തിയിട്ടുള്ള സമരം അത് അങ്ങേയറ്റം അപലപനീയമാണ്. കാരണം ഒരു തരത്തിലുള്ള പ്രഖ്യാപനവുമില്ലാതെ ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു, അവിടെ റീത്ത് വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ സമരത്തിന് ആധാരമായി പറയുന്ന കാര്യങ്ങൾ ആ വിഷയത്തിനകത്ത് മന്ത്രി ഗവൺമെൻറ് ശക്തമായ ഇടപെടൽ നടത്തി അവരെ സസ്പെൻഡ് ചെയ്യാനാവശ്യമായ നിലപാട് സ്വീകരിച്ചു. ആ സംഭവത്തെ ഒരു തരത്തിലും ന്യായീകരിച്ചിട്ടില്ല. പിന്നെ ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൻ്റെ പിഴവ് സംബന്ധിക്കുന്ന ശതമാനത്തിൻ്റെ കണക്കെല്ലാം നോക്കിയാൽ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന തന്നെ മുന്നോട്ട് വെക്കുന്നത് ഏതാണ്ട് 10% പിഴവുകൾ ഉണ്ടാവും എന്നാണ്. കേരളത്തിൽ ഏതാണ്ട് 0.2% മാത്രമാണ് ഇങ്ങനെയുള്ള പിഴവുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് കണക്ക്. അപ്പോൾ ഇതെല്ലാമുള്ള കാര്യങ്ങളിങ്ങനെ മുന്നിൽ നിൽക്കെ കേരളമാകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്നത് വളരെ വളരെ ആസൂത്രിതമായിട്ടൊരു നീക്കത്തിൻ്റെ ഭാഗമാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു നീക്കം കൂടിയാണ്. കനകോലുവാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ആവശ്യമായ ഉപദേശം കൊടുക്കുന്നത്. കനകോലു ഈ ഉപദേശം കൊടുക്കുന്നത് സൗജന്യമായിട്ടല്ല. അപ്പോൾ കനകോലുവിന് കൊടുക്കാനുള്ള പണം വയനാട് ദുരന്തത്തെ മുൻനിർത്തി പിരിച്ചു. അത് പോരാഞ്ഞിട്ട് സതീശനും സംഘവും സ്വകാര്യ ആശുപത്രി ലോബിയിൽ നിന്നും കൂടി വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പൊതുജന ആരോഗ്യമാകെ തകർന്നിരിക്കുന്നു. നിങ്ങളെല്ലാം ഇതുപോലെയുള്ള വൻകിട കോർപ്പറേറ്റുകളെ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കൂ എന്ന പരസ്യ സന്ദേശമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, കേരളത്തിൽ ഡോക്ടർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ. ആ സമരത്തിൽ നിന്ന് അവർ പിൻവാങ്ങണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ആ സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒരു ഭാഗത്തുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനമാകെ തടസ്സപ്പെട്ടു പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്കനുകൂലമായ തീരുമാനം എടുത്തു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇപ്പോൾ കേരളത്തിൽ ഈ UGC ശമ്പള സ്കെയിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഡോക്ടർമാരുടെ അവിടുത്തെ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ ശമ്പളം പരിഷ്കരിച്ചതാരാണ്? ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അപ്പോൾ സ്വകാര്യ പ്രാക്ടീസ് ഉൾപ്പെടെ ഒഴിവാക്കണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി, എന്നാൽ ഇതാ നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം തരാം, നിങ്ങൾ പൂർണ്ണമായും ഈ മേഖലയിൽ മാത്രം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ശമ്പളം ഉയർത്തിയത്. പിന്നീട് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായ ഘട്ടത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ട്. UGC സ്കെയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ നേതൃത്വത്തിലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഡോക്ടർമാരുടെ ഈ ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ നടത്തിയത്. ഏതാണ്ട് 3.5 ലക്ഷത്തിൽ കൂടുതൽ മാസ ശമ്പളം എന്ന രൂപത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 10 വർഷത്തെ കുടിശ്ശിക അതുൾപ്പെടെ കിട്ടിയേ തീരൂ, എന്നാലേ ഞങ്ങൾ സമരം അവസാനിപ്പിക്കൂ എന്ന രൂപത്തിലേക്കുള്ള ഒരു ദുർവാശിയുമായി ഈ ഡോക്ടർമാരുടെ സംഘടന നടത്തുന്ന സമരം അത് ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ്. അപ്പം ഇതിനകത്തും ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും മോശക്കാരാണെന്ന് അർത്ഥമൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആ സംഘടനയുടെ സമരത്തെ ചെയ്യാനുള്ള അവകാശത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ സമരത്തെ തെറ്റായ നിലയിൽ കൊണ്ടുപോകാൻ ചില ആളുകളുടെ ഇടപെടൽ ഉണ്ടോ എന്നുകൂടി സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ പൊതുജന ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നയിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുടെ ഭാഗത്തുനിന്നും
ഈ നിലയിലുള്ള പെരുമാറ്റം ഉണ്ടാവുന്നത് സ്വകാര്യ ലോബിയുടെ വളർച്ചയ്ക്ക് മാത്രമേ ഇടയാക്കൂ. അതുകൊണ്ട് ആ സമരത്തിൽ നിന്നും അവർ പിൻവാങ്ങണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.